ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈഫ് അവിടെ കാര്യമായിട്ടൊരു പരിപാടിയിലാണ്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? വീഡിയോ എടുത്ത് വോയിസും കൊടുത്തിട്ട് ഏട്ടാ നേരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മോ വീഡിയോ ഞാൻ എടുക്കാം, പക്ഷെ വോയിസ് നീ കൊടുക്കണം. പിന്നെ വേറെ എന്താ ചെയ്യാൻ, വോയിസ് കൊടുക്കല്ലാതെ ഇവിടെ നിവൃത്തിയില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ശ്രീകൃഷ്ണജയന്തി അല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ. നമ്മുടെ അല്ലൂസിനെ കണ്ണനെ ഒരുക്കാൻ വേണ്ടി കിരീടം, ഓടക്കുഴൽ, അരപ്പട്ട മറ്റും ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു ആർട്ട് വീഡിയോ ആണ് ഇവിടെ. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ നമ്മൾ കിരീടത്തിൻ്റെ ഷേപ്പ് വെട്ടിയെടുക്കണം. ഇനി കാർഡ്ബോർഡ് ഇല്ല എങ്കിൽ ആരും വിഷമിക്കേണ്ട, ഒന്നെങ്കിൽ കടലാസ് പെട്ടിയോ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ചട്ടയോ ഒക്കെ നമുക്കിതിന് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കടലാസ് പെട്ടിയാണ്. അതിൽ ആദ്യം എന്ത് ചെയ്തു, ഒരു ഷേപ്പിൽ കിരീടം വെട്ടിയെടുത്തു. കിരീടം വെട്ടിയെടുത്തതിന് ശേഷം ആ കിരീടത്തിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ പേപ്പർ എടുത്തു. ആ ഗോൾഡൻ പേപ്പറിൽ ആദ്യം ഈ കിരീടത്തിൻ്റെ ഷേപ്പ് വെച്ചിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ചെടുത്തു. അതാണ് ഇവിടെ നിങ്ങൾക്ക് ആദ്യം കാണാൻ കഴിയുന്നത്. കിരീടം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ അല്ലുവിന് വേണ്ടിയിട്ടുള്ള അരപ്പട്ടയും മറ്റും നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഉണർന്നു കഴിഞ്ഞാൽ ഒന്നിനും കഴിയില്ല, ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ കാണുന്നത് നേരത്തെ വരച്ച് വെച്ചിട്ടുള്ള ആ ഗോൾഡൻ പേപ്പറിൻ്റെ കിരീട ഷേപ്പ് ഞാൻ കത്രിക ഉപയോഗിച്ചിട്ട് വെട്ടിയെടുക്കുന്നതാണ്. വളരെ സൂക്ഷ്മതയോട് കൂടിയാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റി പേപ്പർ കീറും. അത്രയ്ക്ക് നൈസായിട്ട് പേപ്പറാണ്. അപ്പോൾ അത് വെട്ടിയെടുക്കുന്ന ഇതാണ് കാണുന്നത്. വെട്ടിയതിന് ശേഷം ഗോൾഡൻ പേപ്പർ, ബാക്കി വന്ന ഗോൾഡൻ പേപ്പർ മാറ്റി വെച്ചിട്ട് നമ്മുടെ ആദ്യത്തെ കടലാസ് പെട്ടിയിൽ ഉണ്ടാക്കിയ കിരീടത്തിൻ്റെ ഷേപ്പ് എടുത്തിട്ട് അതിലേക്ക് പശ ആഡ് ചെയ്യണം. പശ ആഡ് ചെയ്തിട്ട് മൊത്തമായി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. പശ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പിന്നീട് ഉണ്ടാക്കിയ ഗോൾഡൻ പേപ്പറിൻ്റെ ഷേപ്പിലുള്ള കിരീടം എടുത്തിട്ട് ഒന്ന് വൃത്തിയിൽ ഒട്ടിച്ചെടുക്കുന്നു. അങ്ങനെ നമ്മുടെ കിരീടവും ഏകദേശം ഹാഫ് വർക്ക് പൂർത്തിയായി. അപ്പോൾ ഇതോടുകൂടി ഹാഫ് വർക്ക് മൊത്തം പൂർത്തിയായി. കിരീടത്തിൻ്റെയും അരപ്പട്ടത്തിൻ്റെയും മറ്റും ഹാഫ് വർക്ക് മൊത്തം പൂർത്തിയായി. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അരപ്പട്ടയും മറ്റും ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പകുതി പൂർത്തിയായ കിരീടം. ഇത് അരപ്പട്ട, പിന്നെ ബാക്കി വരുന്ന നാലും കയ്യിലേക്കുള്ളതാണ്, കയ്യിൽ കെട്ടാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് പകുതി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് സ്റ്റോൺ വർക്കാണ് വരുന്നത്. അപ്പോൾ സ്റ്റോൺ വർക്കിൻ്റെ സ്റ്റാർട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അല്ല എണീറ്റിപ്പോൾ പിന്നെ ഒരു വർക്കിനും കഴിഞ്ഞിട്ടില്ല. സ്റ്റോൺ വർക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇത് എൻഡിങ് വർക്കാണ്, ഫൈനൽ വർക്കാണ്. കിരീടവും ഓടക്കുഴലും അരപ്പട്ടയും മറ്റും എല്ലാത്തിൻ്റെ ഫൈനൽ വർക്കാണ്. ഓടക്കുഴലൊക്കെ ഞാൻ ഒരു വിധത്തിലാണ് ഉണ്ടാക്കി കഴിഞ്ഞതും. പിന്നെ കിരീടത്തിൻ്റെ മേലെ മൈക്കിലൊക്കെ വെച്ചിട്ടുണ്ട്. കെട്ടാൻ വേണ്ടിയിട്ട് ബ്ലൂ റിബൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ കൂടെ കഴിഞ്ഞു. ഇതാണ് ഫൈനൽ വർക്ക്, ഫൈനൽ ലുക്ക്. ഇനി ഇതല്ല ഇടൂലേ ഒന്നും അറിയില്ല. അത്രയ്ക്കും ആഗ്രഹിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഇനി ഇതെല്ലാം അവനൊന്ന് അണിയിച്ചൊരുക്കിയിട്ട് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാത്തിനും അവൻ നിന്ന് തരുമോ ഇല്ലെന്നൊക്കെ കണ്ടറിഞ്ഞ് കാണാം. അഥവാ നിന്ന് തന്നാൽ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാനൊരു വീഡിയോ കൂടെ ഇറക്കുന്നതാണ്. തന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.